Hello everyone, welcome back. ഇന്നലെ നമ്മൾ പഠിച്ചത് സെന്റൻസ് സ്ട്രക്ചറിന്റെ ഫസ്റ്റ് പാർട്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ഭാഗമാണ്. ഇന്നലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ് പഠിച്ചല്ലോ. ഇന്ന് കോംപ്ലക്സും കോമ്പൗണ്ട് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, അപ്പോ സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻസ് ഓൾറെഡി അവിടെ സ്ക്രീനിൽ ഗിവൺ ആണ്. ലാസ്റ്റ് നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിളും കോമ്പൗണ്ടും ഇന്നലെ കഴിഞ്ഞത് ഒന്ന് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യൂ. എന്താണ് സിമ്പിൾ സെന്റൻസ്? പൂർണ്ണമായ അർത്ഥം വരുന്ന സബ്ജക്റ്റും വെർബും ഉൾപ്പെടുന്ന ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെ നമുക്ക് സിമ്പിൾ സെന്റൻസ് എന്ന് പറയാമെന്ന് ഇന്നലെ കണ്ടു. ഇനി അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ സബ്ജക്റ്റും വെർബും ഉൾപ്പെട്ട് മീനിങ് ഫുൾ ആയി വരുന്ന രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ ഫാൻ ബോയ്സ് ആരാണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഫാൻ ബോയ്സ് വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞാൽ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ ഇൻ ബിറ്റ്വീൻ ഫാൻ ബോയ്സ് വെച്ച് കണക്ട് ചെയ്ത് പറയുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ കോംപ്ലക്സ് സെന്റൻസുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കോംപ്ലക്സ് ആണ് ആദ്യം പറയാൻ പോണത് കേട്ടോ. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം ഇൻഡിപെൻഡന്റ് ക്ലോസ്, അതായത് സബ്ജക്റ്റും വെർബും മീനിങ് ഫുൾ ആയിട്ട് വരുന്ന ഒരു ഭാഗം ഇൻഡിപെൻഡന്റ് ക്ലോസും അതിന്റെ കൂടെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ആഡ് ആവുമ്പോഴാണ്. ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തിനെയോ ആശ്രയിച്ച് നിൽക്കുന്നു എന്നല്ലേ. അപ്പൊ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിപ്പെൻഡന്റ് ക്ലോസുകളിൽ സബ്ജക്റ്റും ഉണ്ടാവും വെർബും ഉണ്ടാവും, പക്ഷേ അതിന് പൂർണ്ണമായൊരു മീനിങ് ഉണ്ടാവില്ല. പൂർണ്ണമായ മീനിങ് വന്നാൽ അത് ഇൻഡിപെൻഡന്റ് ആയല്ലോ. ഇവിടെ ഡിപ്പെൻഡ് ആവാൻ കാരണം സബ്ജക്റ്റും വെർബും ഉണ്ട്, പക്ഷെ അതിന് പൂർണ്ണമായ അർത്ഥമില്ല. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. വൈൽ ഐ വാസ് ടീച്ചിങ് അല്ലെങ്കിൽ വെൻ ഐ വാസ് ടീച്ചിങ്. എന്താ വെൻ ഐ വാസ് ടീച്ചിങ്? എന്ത് സംഭവിച്ചു? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അതെന്താണ്? വെൻ ഐ വാസ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസും തമ്മിൽ, ഡിപ്പെൻഡന്റ് ക്ലോസിനെയും ഇൻഡിപെൻഡന്റ് ക്ലോസിനെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ സബോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് പ്രനൗണുകൾ. ഒരു സബോർഡിനേറ്ററോ റിലേറ്റീവ് പ്രനൗണുകളോ വെച്ച് ഇവ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടാൽ അത്തരം സെന്റൻസുകൾ കോംപ്ലക്സ് സെന്റൻസുകളാണ്. ക്ലിയർ ആയല്ലോ? ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപ്പെൻഡന്റ് ക്ലോസും തമ്മിൽ ഇൻ ബിറ്റ്വീൻ ആരെ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്? സബോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ് പ്രനൗൺ. റിലേറ്റീവ് പ്രനൗൺ നിങ്ങൾക്കറിയാം, ഹുവ, ഹുമ്മ, ഹൂസ്, വിച്ച്, ദാറ്റ് പോലുള്ളവ. സബോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നും പറയാം കേട്ടോ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ചാർട്ടിൽ എഴുതിയിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ദോ, സിൻസ്, ബിക്കോസ്, വെൻ, ബിഫോർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ സംഭവങ്ങളാണ് സബോർഡിനേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓർക്കുക, കോമ്പൗണ്ട് സെന്റൻസുകളാണെങ്കിൽ അത് ഫാൻ ബോയ്സ് ആയ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചാണ് കണക്ട് ആവുന്നത്. എന്നാൽ അത് കോംപ്ലക്സ് സെന്റൻസ് ആണെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുകളോ റിലേറ്റീവ് പ്രനൗണുകളോ വെച്ചാണ് കണക്ട് ആവുന്നത്. ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടും. കാണിച്ചു തരാം. See, look at this. Complex sentence. ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് ഡിപ്പെൻഡന്റ് ക്ലോസ്. ഇത് ഈ ഫോർമാറ്റിൽ തന്നെ വരണമെന്നില്ല. ഡിപ്പെൻഡന്റ് ക്ലോസ് ഫ്രണ്ടിലും വരാം, ഇൻഡിപെൻഡന്റ് ബാക്കിലും പോവാം. എങ്ങനെ വേണമെങ്കിലും എഴുതിയാൽ ഓക്കെ ആണ്. ഇനി എന്താണ് സബോർഡിനേറ്റേഴ്സ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൾദോ, ബിക്കോസ്, സിൻസ്, വെൻ, ആഫ്റ്റർ, ബിഫോർ ഇതൊക്കെ കൺജങ്ഷൻ ആണ് കേട്ടോ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ലെങ്കിൽ സബോർഡിനേറ്റേഴ്സ്. റിലേറ്റീവ് പ്രനൗണുകൾ നിങ്ങൾക്കറിയാം, വിച്ച്, ദാറ്റ്, ഹുവ, ഹുമ്മ, ഹൂസ്, വിച്ച്, വേറെ എന്നുള്ളതൊക്കെ. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുകളും റിലേറ്റീവ് പ്രനൗണുകൾ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കോംപ്ലക്സ് സെന്റൻസുകൾ. ഓക്കെ അല്ലേ? ഇനി എക്സാമ്പിൾ നോക്കാം നമുക്ക്. See, look at this. I like English because it is interesting. I like English because it is interesting. ഇവിടെ I like English എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. പൂർണ്ണമായ അർത്ഥം ഐ എന്ന സബ്ജക്റ്റ്, ലൈക്ക് എന്ന വെർബ്, ഇംഗ്ലീഷ് എന്ന ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇനി ബിക്കോസ് ഒരു സബോർഡിനേറ്റർ, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസും ബിക്കോസ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ്സ് എ കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വെൻ ഷീ വോൺ ദ പ്രൈസ് എവ്രിവൺ ചിയേർഡ്.
everyone cheered എന്നതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതിനെ നമ്മൾ when she won the prize എന്ന ഡിപ്പെൻഡ് ക്ലോസുമായി ബന്ധിപ്പിച്ചത് കൊണ്ട് ഇത് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. after she left her parents arrived. after she left എന്നതൊരു ഡിപ്പെൻഡന്റ് ക്ലോസും then her parents arrived എന്നതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസും ആയതുകൊണ്ട് ഇതും ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് കോംപ്ലക്സ് സെന്റൻസ് എന്നത്? ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ മൂന്നാമത്തെ ആൾ കഴിഞ്ഞു. ഇനി അവസാനത്തെ വളരെ കൺഫ്യൂസിങ് ആയ ഒരാൾ. എന്താണ് ആ സെന്റൻസിന്റെ പേര്? കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലെ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട് കോമ്പൗണ്ടും കോംപ്ലക്സും. കോമ്പൗണ്ട് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്തായിരുന്നു കോമ്പൗണ്ട്? രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ ഫാൻ ബോയ്സ് അഥവാ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ച് കണക്ട് ചെയ്യുന്നത് കോമ്പൗണ്ട്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഇൻഡിപെൻഡന്റും മറുഭാഗം ഡിപ്പെൻഡും ഇൻ ബിറ്റ്വീൻ കണക്ട് ചെയ്യാൻ ആരാണ് വരുന്നത്? സബോർഡിനേറ്റേഴ്സോ റിലേറ്റീവ് പ്രൊനൗണുകളോ വരുന്നതാണ് കോംപ്ലക്സ് എന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചു. ഇനി ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആയ കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. സെന്റൻസിന്റെ ഒരു ഭാഗത്ത് രണ്ട് കോമ്പൗണ്ട് സെന്റൻസുകൾ. ഓക്കെ, ഒരു ഭാഗത്ത് രണ്ട് കോമ്പൗണ്ട് അതായത് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ ഒരു ഭാഗത്ത് വരികയും മറുഭാഗത്ത് ഒന്നോ അതിലേറെയോ, ഒന്ന് എന്തായാലും ഉണ്ടാവണം, ഒന്നോ ഒന്നിൽ കൂടുതലോ ഡിപ്പെൻഡന്റ് ക്ലോസുകളും വന്നാൽ അതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ്. അത്രയേ ഉള്ളൂ. ഒരു ഭാഗത്ത് രണ്ട് കോമ്പൗണ്ട് അതായത് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ, രണ്ട് കോമ്പൗണ്ട് ഉദ്ദേശിക്കുന്നത്, കോമ്പൗണ്ട് സെന്റൻസ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ ഒരു ഭാഗത്ത് വരിക, അതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇനി ഇപ്പുറത്ത് കോംപ്ലക്സ് എന്ന പേരിലുള്ളത് അവിടെ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡിപ്പെൻഡന്റ് ക്ലോസുകൾ വരണം, അതാണ് എന്ത്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഇനി എവിടെയാണോ കോമ്പൗണ്ട് പാർട്ട് വരുന്നത് അവിടെ ആരുണ്ടാവും? ഫാൻ ബോയ്സ് ആണ് ഉണ്ടാവണമെങ്കിൽ എവിടെയാണോ കോംപ്ലക്സ് വരുന്നത് അവിടെ നമ്മുടെ റിലേറ്റീവ് പ്രൊനൗണുകളോ അല്ലെങ്കിൽ സബോർഡിനേറ്റേഴ്സോ ആണ് വരിക. ശ്രദ്ധിച്ചോളൂ, ചാർട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കോമ്പൗണ്ട് കോംപ്ലക്സ് ഫസ്റ്റ് പാർട്ടിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാട്ടോ, പ്രശ്നമല്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയതാണ്. രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ, അതായത് സബ്ജക്റ്റും വെർബും ഉൾപ്പെടെ മീനിങ് ഫുൾ ആയി വരുന്ന ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ ഫാൻ ബോയ്സ് വെച്ച് കണക്ട് ആവുന്നവ എന്ന് പ്രത്യേകം ഓർക്കുക. മറുഭാഗത്ത് ഡിപ്പെൻഡന്റ് ക്ലോസ്, സബ്ജക്റ്റും വെർബും ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? മീനിങ് ഫുൾ ആയ ഒരു അർത്ഥം അതിനുണ്ടാവില്ല. സോ അങ്ങനെ വന്നാൽ, ഒന്നോ അതിൽ കൂടുതലോ വന്നാൽ എന്ത് വെച്ച് കണക്ട് ആയിട്ടുണ്ടാവണം? സബോർഡിനേറ്റേഴ്സ് വെച്ച് കണക്ട് ആയിട്ട്, റിലേറ്റീവ് പ്രൊനൗണുകളും സബോർഡിനേറ്റേഴ്സും വെച്ച് കണക്ട് ആവുന്നത് മിക്സ് ആയിട്ട് വരുന്നതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസുകൾ. ക്ലിയർ ആയല്ലോ? ഫൈൻ. എക്സാമ്പിൾ നോക്കാം. അരുൺ വാച്ച്ഡ് ദ ഫിലിം. അരുൺ വാച്ച്ഡ് ദ ഫിലിം അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. സിൻസ് ഹിസ് ഫ്രണ്ട് ഹാഡ് റെക്കമെൻഡഡ് ഇറ്റ്. സിൻസ് ഹിസ് ഫ്രണ്ട് ഹാഡ് റെക്കമെൻഡഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ബട്ട് ഹി ഡിഡ്ന്റ് എൻജോയ് ഇറ്റ്. ബട്ട് ഹി ഡിഡ്ന്റ് എൻജോയ് ഇറ്റ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞ ഈ ഭാഗം ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. സോ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസും ഇൻ ബിറ്റ്വീൻ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും വന്നതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. അനിത ആൻഡ് സുനിത വെന്റ് ടു ദ ഹോട്ടൽ. അത് ഒരു പൂർണ്ണമായ അർത്ഥമുള്ള ഇൻഡിപെൻഡന്റ് ക്ലോസ്. ആൻഡ് ദേ ഹാഡ് ഡിന്നർ അതും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ്. And because it was Anita's birthday. Because it was Anita's birthday എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. സോ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസും ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും തമ്മിൽ കണക്ട് ആയതുകൊണ്ട് ഇതൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഫൈൻ. ഇനി നമുക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കണോ? അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും തമ്മിൽ സബോർഡിനേറ്റേഴ്സോ റിലേറ്റീവ് പ്രൊനൗൺസോ വെച്ച് കണക്ട് ആവുന്നതും. എന്നാൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ വരികയും, അതായത് കോമ്പൗണ്ട് സെന്റൻസുകൾ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ വരികയും മറുഭാഗത്ത് ഒന്നോ അതിലേറെയോ ഡിപ്പെൻഡന്റ് ക്ലോസുകൾ വരികയും, ഇവിടെയെല്ലാം ഫാൻ ബോയ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സബോർഡിനേറ്റേഴ്സും റിലേറ്റീവ്
പ്രൊനൗൺസും ഒക്കെ ഇൻ ബിറ്റ്വീൻ ഇതിനിടയിലൊക്കെ സെന്റൻസിനനുസരിച്ച് ഉണ്ടായി വരും. അങ്ങനെ മിക്സ് ആയിട്ട് വരുമ്പോഴാണ് അതെന്തെന്നറിയപ്പെടുന്നത്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസുകൾ എന്നറിയപ്പെടുന്നത്. ഇനി സ്ക്രീനിലുള്ള ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കോളൂ. Mark said that he forgot his homework and he asked if he could make it up later. ഇതാണ് ചോദ്യം. ഈ സെന്റൻസ് ഏതാണ് എന്ന് ചോദിച്ചാൽ മാർക്ക് സെഡ് ദാറ്റ് എന്ന് പറയുന്നത് ഒരു ഡിപെൻഡന്റ് ക്ലോസ്. അതുപോലെ തന്നെ ഇഫ് ഹി കുഡ് മേക്ക് ഇറ്റ് അപ്പ് ലേറ്റർ അതും ഒരു ഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതിനിടയിലുള്ള ഹി ഫോർഗോട്ട് ഹിസ് ഹോംവർക്ക് എന്ന് പറയുന്ന ഭാഗമെല്ലാം ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയതുകൊണ്ട് അതൊരു കോമ്പിനേഷൻ ഓഫ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്നറിയപ്പെടുന്ന സെക്കൻഡ് ഓപ്ഷൻ. അതാണ് കറക്റ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം. Although he was very intelligent, Mario could not figure out how to solve the Rubik's Cube. See, look at that. Although he was very intelligent, അതൊരു ഡിപെൻഡന്റ് ക്ലോസ് ആണ്. മാരിയോ കുഡ് നോട്ട് ഫിഗർ ഔട്ട് ഹൗ ടു സോൾവ് ദ റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആണ്. സോ ഇൻഡിപെൻഡന്റും ഡിപെൻഡും വന്നാൽ ഏതായിരിക്കും? ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണത്. അപ്പോൾ 4 സെന്റൻസുകളും വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായല്ലോ. 2 വീഡിയോസ് ഒന്നുകൂടെ ഒരുമിച്ച് കാണും. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയതായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ.